Welcome all. In this section, we are going to discuss point-wise convergence of sequence of functions and uniform convergence of sequence of functions with some problems. Okay. First, we will discuss point-wise convergence of sequence of functions. Let A subset of R and sequence Fn be a sequence of functions from capital A to R. Let A naught subset of A and let F from A naught to R. Okay. നമുക്ക് ആറിൻ്റെ ഒരു സബ്സെറ്റാണ് എയിൽ നിന്ന് ആറിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ് സീക്വൻസ് എഫ് എന്ന് പറയുന്നത്. അതായത് F1, F2, F3 എന്ന് പറയുന്ന കുറേ ഫങ്ഷൻസ് കയ്യിലുണ്ട്. എല്ലാവരും എയിൽ നിന്ന് ആറിലേക്ക് ഉള്ള ഫങ്ഷൻസ് ആണ്. ഇനി എയുടെ ഒരു സബ്സെറ്റാണ് എ നോട്ട് എന്ന് പറയുന്നത്. ആ എ നോട്ടിലാണ് എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഫ്രം എ നോട്ട് ടു ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് sequence Fn converges point-wise to F on A naught if for each x element of A naught sequence Fn of x converges to F of x in R. In that case, we write F is equal to limit Fn on A naught or Fn converges to F on A naught. Okay, അതായത് Fn Fലേക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നു ഓൺ എ നോട്ടിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ നോട്ടിലുള്ള ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സീക്വൻസ് എഫ് എൻ ഓഫ് എക്സുകൾ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഫങ്ഷൻസ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എഫ് എന്ന് പറയുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. അവർക്കൊക്കെ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പെർട്ടിക്കുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ F1 ഓഫ് എക്സ് ഉണ്ട്, F2 ഓഫ് എക്സ് ഉണ്ട്, F3 ഓഫ് എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു സീക്വൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സീക്വൻസ് ആണ് സീക്വൻസ് Fn ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ആവണം? എഫ് ഓഫ് എക്സിലേക്ക് തന്നെ കൺവേർജൻ്റ് ആണെങ്കിൽ ആ പോയിന്റിൽ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺവെർജൻ്റ് ആണെന്ന് പറയാം. ഇതേപോലെ ഓരോ പോയിന്റിലും എ നോട്ടിലുള്ള ഓരോ പോയിന്റിലും കിട്ടുന്ന സീക്വൻസ് ഓഫ് എഫ് എൻ ഓഫ് എക്സുകൾ കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ വി സേ ദാറ്റ് എ നോട്ടിൽ സീക്വൻസ് എഫ് എൻ കൺവെർജസ് പോയിന്റ് വൈസ് ടു എഫ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് എപ്സിലോൺ ഡെഫിനേഷൻ വെച്ചിട്ടും പറയാൻ പറ്റും. അതാണ് താഴെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എ സീക്വൻസ് എഫ് എൻ ഓഫ് ഫങ്ഷൻസ് on A to R converges pointwise to a function f from A naught to R if and only if corresponding to any epsilon greater than 0 and for each x element of A naught there is a natural number k epsilon x such that mod Fn of x minus f of x less than epsilon for all n greater than or equal to k epsilon of x. Okay, അതായത് ഇവിടെ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എപ്സിലോൺ ഡെഫിനിഷൻ കൊടുക്കുന്നത്. സീക്വൻസിൻ്റെ കൺവേർജൻസ് എന്താ നമ്മൾ ബേസിക് അനാലിസിസിൽ കണ്ടതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ റീറൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എ നോട്ടിന് ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, കെ. അത് കെ എപ്സിലോൺ എക്സ് എന്ന് എഴുതിയിട്ടുള്ളത് ദാറ്റ് കെ മേ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ആൻഡ് ദ പോയിന്റ് എക്സ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനെ കെ എപ്സിലോൺ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു കെ എപ്സിലോൺ എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കെ എന്ന് പറയുന്ന നമ്പർ എപ്സിലോണിനെയും എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് കിട്ടിയാലാണ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ വി വിൽ സീ ദ എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൻ. ഓക്കെ, ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. ഫംഗ്ഷൻസ് തന്നിട്ടുള്ളത് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവും. സോ F1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതുപോലെ F2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്നിന് 2 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് എക്സ് ബൈ 2. F3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 3 ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വരയ്ക്കാൻ എളുപ്പമുള്ള ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഞാൻ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് F1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. അതാണ് അവിടെ 45 ഡിഗ്രിയിൽ F1 മാർക്ക് ചെയ്തിട്ടുള്ളത്, ഒരു ലൈനാണ്. ഇനി F2 എന്ന് പറയുന്നത് എക്സ് ബൈ 2 ആണ്. ഓക്കെ, അവിടെ കാണാം F2 മാർക്ക് ചെയ്തിട്ടുണ്ട്, F3 മാർക്ക് ചെയ്തിട്ടുണ്ട്, F4 മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് സോ ഓൺ. എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതൊക്കെ തന്നിട്ടുള്ളതെല്ലാം ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ
നമുക്കത് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നോക്കൂ, ഈ ഫങ്ഷൻസ് എല്ലാം എങ്ങോട്ടാണ് ഇവർ കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് F1 45 ഡിഗ്രിയിലാണ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് F2, ആ ലൈന് കുറച്ചുകൂടെ ഒന്ന് സ്ലോപ്പ് കൂടി നമ്മുടെ എക്സ് ആക്സിലേക്ക് കുറച്ചും കൂടെ ഒന്ന് അടുത്തു. ആൻഡ് F3 എന്ന് പറയണത്, F4 എന്ന് പറയണത്, അങ്ങനെയുള്ള ഇനി വരുന്ന ഓരോ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എക്സ് ആക്സിലേക്ക് അത് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഫംഗ്ഷൻസ് എല്ലാം എവിടേക്ക് കൺവേർജ് ചെയ്ത് വരും എന്നുള്ളതാണ്, എക്സ് ആക്സിലേക്ക് കൺവേർജ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതായത് ഓരോ പോയിന്റിലും, ഇപ്പോൾ നിങ്ങളൊരു പോയിന്റ് എടുക്കൂ, ഇപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഇമേജ് അവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത്, സീക്വൻസ് Fn(x) എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 0 0 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ഓക്കെ, അതെങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, 0ലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി വേറൊരു പോയിന്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒരു x1 എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ 1 എന്ന് പറയുന്ന എക്സ് ആക്സിലെ ഒരു പോയിന്റ്, നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സീക്വൻസ് Fn(x) എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സിന് നിങ്ങൾ 1 എന്ന് കൊടുക്കുക. അപ്പോൾ F1(1) എന്താണ്, 1 ആണ്. F2(1) എന്താണ്, 1/2. F3(1) എന്താണ്, 1/3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സീക്വൻസ് ഏതാണ്, 1 1/2 1/3 1/4 1/5 എക്സെട്ര. ഈ സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, 0ലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് ചെക്ക് ചെയ്തു, അത് കൺവേർജ് ചെയ്തതും 0ലേക്കാണ്. 1 എന്ന് പറഞ്ഞ പോയിന്റ് ചെക്ക് ചെയ്തു, അത് കൺവേർജ് ചെയ്യുന്നതും 0ലേക്ക് തന്നെയാണ്. ഇനി നിങ്ങൾ എക്സിന് ഏതൊരു റിയൽ നമ്പർ കൊടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് അത് കൺവേർജ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. ആ സീക്വൻസ് Fn(x)കൾ കൺവേർജ് ചെയ്യുന്നത് 0ലേക്ക് തന്നെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത് ജോമെട്രിക്കലി ഞാനത് പറഞ്ഞു തന്നതാണ്. ഇനി അത് നമുക്ക് ഫോർമുല വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അതിനാണ് ലിമിറ്റ് Fn(x) കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലിമിറ്റ് Fn(x) എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി x/n ആണ്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്കറിയാം x/n എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് x ഇൻറ്റു ലിമിറ്റ് 1/n എന്ന് എഴുതാം. ലിമിറ്റ് 1/n 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് Fn(x) എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലായി, 0 ആണെന്ന് മനസ്സിലായി. അത് ഏത് റിയൽ നമ്പർ x എടുത്തു കഴിഞ്ഞാലും 0 ആണ്. ഓക്കെ, സോ നമ്മുടെ ഡൊമൈനിലുള്ള ഓരോ എക്സുകൾക്കും ലിമിറ്റ് Fn(x) എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എന്ന് പറഞ്ഞ ലിമിറ്റ് ഫംഗ്ഷനെ എങ്ങനെ സെറ്റ് ചെയ്യാം, f(x) is equal to 0 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആറിൽ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, Fn(x) f(x)ലേക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് കൺവേർജൻ്റ് ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് മറ്റേ എപ്സിലോൺ ഡെഫിനിഷൻ വെച്ചും കൂടെ പറയുന്നുണ്ട്. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെയൊക്കെ Fn(x) സെലക്ട് ചെയ്യണമെന്നും കൂടെ പറഞ്ഞ് നിർത്താം. അപ്പോൾ ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, ദെൻ മോഡുലസ് ഓഫ് Fn(x) മൈനസ് f(x) ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് x/n മൈനസ് 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് x/n. ഇവിടെ എക്സ് ഏതൊരു നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് മോഡ് എക്സ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. കാരണം എക്സ് പോസിറ്റീവും നെഗറ്റീവും എന്ത് വേണമെങ്കിലും വരാമല്ലോ. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് ലെസ് ദാൻ എപ്സിലോൺ ആകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മോഡ് x/n ലെസ് ദാൻ എപ്സിലോൺ ഇഫ് n ഗ്രേറ്റർ ദാൻ മോഡ് x/എപ്സിലോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് Fn(x) മൈനസ് f(x) ലെസ് ദാൻ എപ്സിലോൺ കിട്ടും എപ്പോൾ n ഗ്രേറ്റർ ദാൻ മോഡ് x/എപ്സിലോൺ ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് k(x) എങ്ങനെ ചൂസ് ചെയ്യാം, മോഡ് x/എപ്സിലോണിൻ്റെ മുകളിലുള്ള ഒരു ഇൻറ്റിജറായിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് മോഡ് Fn(x) മൈനസ് f(x) ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k(x). ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് k(x) കിട്ടിയപ്പോൾ എങ്ങനെയാണ് നമ്മൾ കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്, മോഡ് x/എപ്സിലോണിൻ്റെ മുകളിലുള്ള ഇൻറ്റിജറായിട്ട്. അപ്പോൾ ആ k(x) എന്ന് പറയുന്നത്, അല്ലെങ്കിൽ k എന്ന് പറയുന്ന നമ്പർ എക്സിനെയും എപ്സിലോണിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ, മോഡ് x/എപ്സിലോണിൻ്റെ മുകളിലുള്ള നമ്പറായിട്ടാണ്. അപ്പോൾ എക്സും എന്താണെന്ന് അറിയണം, എപ്സിലോണും എന്താണെന്ന് അറിയണം. അപ്പോൾ രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ k(x) നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, സീക്വൻസ് Fn എഫിലേക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഒരു സിംഗിൾ ആരോ ഇട്ടിട്ട് വേണം അത് കാണിക്കാൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ Fn(x) എന്ന് പറയുന്നത് 1/x+n. ഡൊമൈൻ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. Fn(x) എന്ന് പറയുന്നത് n-ന് 1 കൊടുക്കുമ്പോൾ കിട്ടും, ദാറ്റ് ഈസ് 1/x+1. F2 എന്ന് പറയുന്നത് 1/x+2. F3 എന്ന് പറയുന്നത് 1/x+3 ആൻഡ് സോ ഓൺ. ഇങ്ങനത്തെ ഫംഗ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻസ്
ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എവിടേക്കാണ് കൺവേർജ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/x + n ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെ റൺ ചെയ്യുമ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 1/x + n എവിടേക്ക് എത്തും? 0ലേക്ക് എത്തും. ഓക്കെ, സോ ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദ ലിമിറ്റ് ഫംഗ്ഷൻ ഈസ് 0. അപ്പോൾ നമുക്ക് എഫ് സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഇതേ ഡൊമൈനായിട്ട് തന്നെ എടുക്കാം. 0 ഇൻഫിനിറ്റിയിൽ ഡൊമൈനായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ഓക്കെ, ഇനി അത് എപ്സിലോൺ ഡെഫിനിഷൻ വെച്ചും കൂടെ കാണിക്കണം. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. അപ്പോൾ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് 1/x + n - 0. ഇവിടെ എക്സ് 0 ഇൻഫിനിറ്റിയിൽ റൺ ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ n നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടും 1/x + n മോഡ് അത് തന്നെയാണ്. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് ലെസ് ദാൻ എപ്സിലോൺ ആകുക എന്ന് നോക്കുക. ദാറ്റ് മീൻസ് എപ്പോഴാണ് n ഗ്രേറ്റർ ദാൻ 1/ε - x ആവുമ്പോഴാണ് ഈ ഒരു ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത്. സോ വി ക്യാൻ ചൂസ് k epsilon of x is equal to an integer greater than 1/ε - x when x less than 1/ε and is equal to 1 when x greater than or equal to 1/ε. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് n എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. 1/ε - എക്സിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പർ ആയിട്ട് വേണം n ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റിയിൽ റൺ ചെയ്യുന്നത് കൊണ്ട് 1/ε - x എന്ന് പറയുന്നത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ഓക്കെ, അതായത് 1/ε ലെസ് ദാൻ എക്സ് ആവുന്ന കേസുണ്ട്, അതുപോലെ 1/ε ഗ്രേറ്റർ ദാൻ എക്സ് ആകുന്ന കേസുമുണ്ട്. അപ്പോൾ 1/ε താഴെയാണ് എക്സ് എങ്കിൽ 1/ε താഴെയാണ് എക്സ് എങ്കിൽ നമുക്ക് 1/ε - x എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു നമ്പറായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി 1/ε മുകളിലാണ് എക്സ് എങ്കിൽ 1/ε - x എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു നമ്പറാണ് വരാം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി 1 എടുക്കാം, കാരണം ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെ മുകളിലാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് 2 കേസായിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഏത് കേസായാലും നിങ്ങൾക്ക് k epsilon x ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k epsilon ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിലും എന്ത് കിട്ടി? സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. ഓക്കെ, now we have next example. gn of x is equal to x raised to n for x element of r. ഇത് ഫങ്ഷൻസ് ഏതാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് g1 എന്ന് പറയുന്നത് x ആണ്, g2 x² ആണ്, g3 x³ ആണ്. അങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് x² x³ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് എല്ലാ പോയിൻറ്റ്സിലും എല്ലാ റിയൽ നമ്പേഴ്സിലും നമുക്കിവിടെ gn of x എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജൻ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. എക്സ് 1 ആണെന്ന് വിചാരിക്കും. സോ gn of x എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? എക്സ് 1 ആണെങ്കിൽ 1 തന്നെ ആയിരിക്കും. അത് ഏത് n-ൻ്റെ വാല്യൂലായാലും, ഇപ്പോൾ g1 ആയാലും x1-ന് 1 ആണ് കൊടുക്കുന്നത് ഇമേജ്, g2 ആയാലും 1 ആണ് ഇമേജ്, g3 ആയാലും 1 ആണ് ഇമേജ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ gn-കളും 1-നെ 1-ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. സോ gn of 1 എന്ന് പറഞ്ഞ സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 ആണ്, വിച്ച് കൺവേർജസ് ടു 1 ക്ലിയർലി. അപ്പോൾ x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ സീക്വൻസ് gn of xകൾ കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇനി x ഈക്വൽ ടു -1 എടുത്തിട്ടൊന്ന് നോക്കാം. x ഈക്വൽ ടു -1 ആകുമ്പോൾ g1 മാപ്പ് ചെയ്യുന്നത് -1-ലേക്കാണ്, g2 മാപ്പ് ചെയ്യുന്നത് 1-ലേക്കാണ്, g3 മാപ്പ് ചെയ്യുന്നത് -1-ലേക്കാണ്, g4 മാപ്പ് ചെയ്യുന്നത് 1-ലേക്കാണ്. അങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത് -1 1 -1 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ്. വി നോ ദാറ്റ് ക്ലിയർലി ഡൈവേർജസ് അല്ലേ. 1 -1 1 -1 എന്ന് പറഞ്ഞ സീക്വൻസ് ഡൈവേർജസ് ആണ്. അപ്പോൾ x ഈക്വൽ ടു -1-ൽ നമ്മുടെ സീക്വൻസ് gn of x ഡൈവേർജിങ് ആണ്, കൺവേർജൻ്റ് അല്ല. ഇനി മോഡ് x ലെസ് ദാൻ 1 ആയിട്ടുള്ള എക്സുകൾ നോക്കാം. അതായത് -1-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന റിയൽ നമ്പേഴ്സ്. അവർക്ക് നമുക്കറിയാം x raised to n-ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്.
എക്സ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആയിട്ട് നിൽക്കുന്ന എക്സുകൾക്ക് എക്സ് റേസ് ടു എൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ സീറോയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. സോ വി ക്യാൻ റൈറ്റ് സീക്വൻസ് ജി എൻ ഓഫ് എക്സ് കൺവേർജസ് ടു 0 വെൻ മോഡ് എക്സ് ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 ആയിട്ടുള്ള എല്ലാ എക്സുകൾക്കും സീക്വൻസ് ജി എൻ ഓഫ് എക്സ് കൺവേർജൻ്റ് ആണ്. ഇനി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എന്നിൻ്റെ വാല്യൂ ആസ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ ഡൈവേർജസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു എക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സീക്വൻസ് ജി എൻ ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഡൈവേർജസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സിനാണ് ഇപ്പോൾ ഇവിടെ കൺവെർജൻസ് നടന്നിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു 1ൽ കൺവെർജൻ്റ് ആണ്, പിന്നെ മോഡ് എക്സ് ലെസ് ദാൻ 1 ആയിട്ടുള്ള എക്സുകൾക്കും കൺവെർജൻ്റ് ആണ്. ബാക്കി ആർക്കും ഇവിടെ കൺവെർജൻസ് കിട്ടിയിട്ടില്ല. സോ വി ക്യാൻ ഡിഫൈൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ 1ന് 0ലേക്കല്ലേ പോയത്, അപ്പോൾ 0 ആയിട്ട് സെറ്റ് ചെയ്യാം വെൻ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇനി 1ൽ അത് കൺവേർജ് ചെയ്തത് 1ലേക്കാണ്. സോ വെൻ എക്സ് ഈക്വൽ ടു 1 ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വെൻ മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് ഈസ് ഈക്വൽ ടു 1 വെൻ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ ജി ഓഫ് എക്സ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെമി ഓപ്പൺ ഇൻ്റർവെൽ -1 1 ആണ്. ഓക്കെ, പക്ഷേ ജി എൻ ഓഫ് എക്സുകൾ തന്നത് ഫുൾ റിയൽ നമ്പേഴ്സിലായിരുന്നു. പക്ഷെ നമുക്ക് ജി ഡിഫൈൻ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒരു സബ്സെറ്റിലാണ്. ഓക്കെ, ഫുൾ ആറിൽ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. സോ ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, എന്നിട്ട് നമ്മൾ മോഡ് ജി എൻ ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ചെക്ക് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് റേസ് ടു എൻ ആണ്. സോ എക്സിൻ്റെ റേഞ്ച് മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് റേസ് ടു എൻ എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ജി എൻ ഓഫ് എക്സും ജി ഓഫ് എക്സും 1 തന്നെയാണ്, അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ 0യും മോഡ് എക്സ് ലെസ് ദാൻ 1ൽ മോഡ് എക്സ് റേസ് ടു എന്നും ആണ് കിട്ടുന്നത്. 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ക്ലിയർലി. ഇനി മോഡ് എക്സ് റേസ് ടു എൻ ലെസ് ദാൻ എപ്സിലോൺ ആവുന്നത് എപ്പോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എൻ ഗ്രേറ്റർ ദാൻ ലോഗ് 1/എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് 1/മോഡ് എക്സ്. ഈ ഒരു അവസ്ഥയിലാണ് മോഡ് എക്സ് റേസ് ടു എൻ ലെസ് ദാൻ എപ്സിലോൺ ആവുന്നത്. പക്ഷേ ഡിനോമിനേറ്ററിൽ മോഡ് എക്സ് വന്നിട്ടുള്ള കാരണം, അതായത് ലോഗ് 1/മോഡ് എക്സ് എന്നുള്ള ഇത് വന്നിട്ടുള്ള കാരണം അവിടെ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രത്യേകം പറയണം. ഓക്കെ, അതുപോലെ മോഡ് എക്സ് റേസ് ടു എൻ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ 1/മോഡ് എക്സ് റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒപ്പം അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു കാര്യം ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് ഏതൊരവസ്ഥയിലാണ്? എക്സ് നോൺ 0 ആകുന്ന അവസ്ഥയിലാണ്. അതുപോലെ മോഡ് എക്സ് ലെസ് ദാൻ 1 കൂടെ ആവണം. സോ നമുക്കിവിടെ കെ എപ്സിലോൺ എക്സ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. അതായത് മോഡ് ജി എൻ ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആകണം എന്നുണ്ടെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ ലോഗ് 1/എപ്സിലോൺ ബൈ ലോഗ് 1/മോഡ് എക്സ് ആണെന്ന് പറഞ്ഞല്ലോ. സോ വി ക്യാൻ ചൂസ് കെ എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൻ ഇൻഡിജർ ഗ്രേറ്റർ ദാൻ ലോഗ് 1/എപ്സിലോൺ ഡിവൈഡ് ബൈ ലോഗ് 1/മോഡ് എക്സ് വെൻ എവർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 1 ആവുകയോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആവുകയോ ചെയ്യുന്ന കേസിൽ നമുക്ക് കെ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. കാരണം എക്സ് ഈക്വൽ ടു 1ൽ നമുക്ക് മോഡ് ജി എൻ ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് 0 ആണ്. 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ, വെരി ക്ലിയർ. അപ്പോൾ അവിടെ കെ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളിവിടെ 1 എടുത്തു. ഇനി എക്സ് ഈക്വൽ ടു 0 എന്ന കേസിൽ ജി എൻ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ജി എൻ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന കേസിൽ ജി എൻ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 സീക്വൻസ് കൺവെർജസ് ടു 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ എപ്സിലോൺ ക്ലിയർ ആയതുകൊണ്ട് നമുക്കവിടെ ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും കെ എപ്സിലോൺ ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ 1 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് ജി എൻ ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to k epsilon of x. This means that sequence gn converges to g pointwise on open closed interval -1 1. ബാക്കിയുള്ള ഒരിടത്തും കൺവെർജൻസ് പോയിന്റ് വൈസ് കൺവെർജൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വരച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ 3 പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. G1 എക്സ്, അതുപോലെ G2 എക്സ് സ്ക്വയർ, G3 എക്സ് ക്യൂബ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സിലും ചെക്ക് ചെയ്യാം. ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിൽ നോക്കുമ്പോൾ എല്ലാ ഫംഗ്ഷൻസിൻ്റെ ഇമേജ് 1 ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ
എന്തായിട്ട് കാണാൻ പറ്റും? എല്ലാവരും കിട്ടുന്ന സീക്വൻസ് 1 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. സോ കൺവേർജസ് ടു 1 ക്ലിയർലി. അതുപോലെ 0യിലും കൺവേർജ് ചെയ്യുന്നത് 0യിലേക്ക് തന്നെയാണ്. ഇനി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രാഫുകൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 0യിലേക്ക് തന്നെ കൺവേർജൻ്റായിട്ട് 0യിലേക്ക് തന്നെ ആ കർവുകളൊക്കെ ഇങ്ങനെ ബെൻഡായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ബാക്കിയുള്ള mod x ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള പോയിൻറ്റ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ ഡൈവേർജ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് കാണാനായിട്ട് പറ്റുള്ളൂ. കൺവെർജിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് hn of x is equal to x square plus nx by n for x element of r. അവിടെ ഇതുപോലെ h1 h2 h3 എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതെങ്ങോട്ടാണ് കൺവേർജ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. സോ ലിമിറ്റ് hn of x നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ലിമിറ്റ് hn of x എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എന്നിന് നമുക്ക് എക്സ് സ്ക്വയർ ബൈ എൻ പ്ലസ് എക്സ് എന്ന് എഴുതാം. സോ ആസ് n tends to infinity we can see that this converges to x. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്കാണ്, അതായത് y equal to x എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണെന്ന് മനസ്സിലായി. സോ വി ഡിഫൈൻ h of x is equal to x for x element of r. എല്ലാ പോയിൻറ്റ്സിലും ഇവിടെ കൺവേർജൻസ് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, so choose epsilon positive, then we can write mod hn of x minus h of x is equal to mod x square by n plus x minus x, which is equal to x square by n, which is less than epsilon if n greater than x square by epsilon. ഓക്കെ, അപ്പോൾ ഇവിടെ k epsilon of x എങ്ങനെ ചൂസ് ചെയ്താൽ മതി? x square by epsilonൻ്റെ മുകളിലുള്ള ഒരു ഇൻറ്റിജർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ we get modulus of hn of x minus h of x is less than epsilon for every n greater than or equal to k epsilon of x. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? സീക്വൻസ് hn കൺവേർജസ് ടു h പോയിന്റ് വൈസ് ഓൺ r. സോ ഇത്രയാണ് ഈ 4 പ്രോബ്ലംസാണ് നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജൻസും യൂണിഫോം കൺവേർജൻസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. k epsilon of x ആണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇവിടെ അത് k epsilon ആണ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ നമ്പർ k എന്ന് പറയുന്നത് പോയിന്റ് വൈസ് കൺവേർജൻസ് ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ ആൻഡ് ദ പോയിന്റ് x. പക്ഷേ യൂണിഫോം കൺവേർജൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എപ്സിലോൺ ബട്ട് നോട്ട് ഓൺ ദ പോയിന്റ് x. അതായത് എല്ലാ പോയിന്റുകൾക്കും വർക്ക് ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പറാണ് നമുക്ക് k ആയിട്ട് കിട്ടുക. അതായത് ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k ആണ് നമുക്കിവിടെ കിട്ടുക. അതായത് എല്ലാ പോയിന്റുകൾക്കും വർക്ക് ചെയ്യുന്ന ഒരു k. പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ പോയിന്റുകൾ മാറുമ്പോൾ k epsilon of x മാറും. അപ്പോൾ ഒരു എപ്സിലോണിന് തന്നെ പല പോയിന്റ്സിൽ പല കെകളാണ് പോയിന്റ് വൈസ് കൺവേർജൻസിൽ കാണാൻ പറ്റുക. യൂണിഫോം കൺവേർജൻസ് ആകുമ്പോൾ എല്ലാ പോയിന്റുകൾക്കും വർക്ക് ചെയ്യുന്ന ഒരു k ആണ് ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. സോ ഡെഫിനിഷൻ നോക്കാം. എ സീക്വൻസ് fn ഓഫ് ഫങ്ഷൻസ് ഓൺ a subset of r to r is said to be converge uniformly to a function f from a0 to r if corresponding to any epsilon greater than 0 there exists a natural number k epsilon depending only on epsilon but not on the point x such that mod fn of x minus f of x is less than epsilon for all n greater than or equal to k epsilon and for all x element of a0. In that case we write fn uniformly converges to f on a0 by double arrows. ഓക്കെ, ഇവിടെ നമ്മൾ യൂണിഫോംലി കൺവെർജൻ്റ് ആണെങ്കിൽ ഡബിൾ ആരോസ് വെച്ചിട്ടാണ് അത് കാണിക്കുക. സിംഗിൾ ആരോ മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് പോയിന്റ് വൈസ് കൺവെർജൻസ് ഓൺലി. ഓക്കെ, ഇനി യൂണിഫോം കൺവെർജൻസും പോയിന്റ് വൈസ് കൺവെർജൻസും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു റിലേഷനാണ്. ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് യൂണിഫോംലി കൺവെർജൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പോയിന്റ് വൈസ് കൺവെർജൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് യൂണിഫോം കൺവെർജൻസ് ഇംപ്ലൈസ് പോയിന്റ് വൈസ് കൺവെർജൻസ് ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഒരു എക്സാമ്പിൾ വെച്ച് അത് കാണിച്ചു തരാം. നമ്മൾ പോയിന്റ് വൈസ് കൺവെർജൻസിൽ ആദ്യം ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻസ്, അതായത് fn of x is equal to x by n, അത് നമ്മളവിടെ കണ്ടിരുന്നു. fn കൺവേർജസ് ടു f of x 0 ആയിരുന്നു, അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. k epsilon of x ആയിട്ട് അവിടെ ചൂസ് ചെയ്തത് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ mod x by epsilon ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇത് പോയിന്റ് വൈസ് കൺവെർജൻസ് ആണ്, പക്ഷേ യൂണിഫോം കൺവെർജൻസ് അല്ല എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കാരണം mod x by epsilonൻ്റെ മുകളിലുള്ള ഇൻറ്റിജർ ആയിട്ട് വേണം നമുക്ക് k നെ ചൂസ് ചെയ്യാൻ.
അപ്പോൾ എക്സ് ആണെങ്കിൽ ആറിലാണ് ഡൊമൈനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കോ അല്ലെങ്കിൽ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ ടെൻഡ് ചെയ്യുന്ന സമയത്ത് മോഡ് എക്സിൻ്റെ വാല്യൂ വളരെ ലാർജ് ആവും. ആ സമയത്ത് അതിനേക്കാൾ അല്ലെങ്കിൽ മോഡ് എക്സ് ബൈ എപ്സിലോണിനേക്കാൾ മുകളിലുള്ള കെ ആയിട്ട് ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്നതും വളരെ ലാർജായിട്ട് പോകുന്നത് കൊണ്ട് എല്ലാ എക്സുകൾക്കും കോമൺ ആയിട്ട് നമുക്കൊരു കെനെ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എക്സ് ലാർജ് ആകുമ്പോൾ കെ എപ്സിലോൺ അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സിന് ഡിപ്പെൻഡൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ കെ എപ്സിലോൺ ഡിപ്പെൻഡിങ് നോട്ട് ഓൺലി ഓൺ ദ എപ്സിലോൺ. So we can write sequence fn does not converges uniformly to f on R. ഇവിടെ നമ്മൾ ഫുൾ ആറിൽ കൺസിഡർ ചെയ്തപ്പോഴാണ് ഈ ഒരു യൂണിഫോം കൺവേർജൻസ് കിട്ടാതിരുന്നത്. പക്ഷേ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ആറിന് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് എമ്മിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ കൺവേർജൻസ് ഈസ് ബിക്കം യൂണിഫോം കൺവേർജൻസ്. ഓക്കെ, അതായത് നമ്മൾ ക്ലോസ് ഇൻ്റർവൽ മൈനസ് ആണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സിനും മോഡ് എക്സ് ലെസ് ദാൻ എം ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ എം ആയിരിക്കുമ്പോൾ മോഡ് എക്സ് ബൈ എപ്സിലോൺ ക്ലിയർലി ലെസ് ദാൻ എം ബൈ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മോഡ് എക്സ് ബൈ എപ്സിലോണിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പർ ആയിട്ട് വേണം കെനെ ചൂസ് ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് എം ബൈ എപ്സിലോണിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പർ ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? കെനെ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ കെ എന്ന് പറയുന്നത് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള നമ്പറാണ്, നമ്മുടെ ഡൊമൈനിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ്. സോ ഇവിടെ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ് എന്ന് പറഞ്ഞ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എപ്സിലോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കെനെ നമുക്ക് ഈ ഒരു കേസിൽ കാണാൻ പറ്റും. സോ ഈ ഒരു കേസിൽ നമുക്ക് സീക്വൻസ് എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നു കാണാൻ പറ്റും. ദാറ്റ് ഈസ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ ദ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ മൈനസ് എം എം. ഓക്കെ, സോ ആറിൽ നമുക്ക് എന്ത് കിട്ടില്ല? യൂണിഫോം കൺവേർജൻസ് കിട്ടില്ല. അതുപോലെ ആറിന് പകരം ക്ലോസ് ഇൻ്റർവൽ മൈനസ് എം ആയിട്ട് നമ്മൾ ഒരു ഇൻ്റർവെൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ യൂണിഫോം കൺവേർജൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ യൂസിങ് ദിസ് എക്സാമ്പിൾ എന്ത് മനസ്സിലാക്കണം? പോയിൻ്റ് വൈസ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ യൂണിഫോം കൺവേർജൻസ് കിട്ടണം എന്നില്ല. പക്ഷേ യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പോയിൻ്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്. ഓക്കെ, next we have a question. Show that the sequence Sn of x where Sn of x is equal to n by x plus n for all x greater than or equal to 0 is uniformly convergent on closed interval 0 m but not on closed open interval 0 infinity. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സീക്വൻസ് എസ് എൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എമ്മിൽ യൂണിഫോംലി കൺവെർജൻ്റ് ആണെന്നും 0 ഇൻഫിനിറ്റിയിൽ അല്ല എന്നും യൂണിഫോംലി കൺവെർജൻ്റ് അല്ല എന്നും കാണിക്കണം. So we have Sn of x is equal to n by x plus n for all x greater than or equal to 0. So domain is closed open interval 0 infinity. So limit Sn of x ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് 0 ഇൻഫിനിറ്റി നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ എസ് ഓഫ് എക്സ് ടു ബി ദ ലിമിറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു 1 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. So we can say sequence Sn converges to S pointwise on 0 infinity. Okay. ഇനി k epsilon of x നെ നമ്മൾ നോക്കണം. So choose epsilon positive. Now mod Sn of x minus S of x is equal to Sn of x ഉം S of x ഉം എഴുതിയിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് ബൈ എക്സ് പ്ലസ് എൻ എന്നാണ്. സോ ഇത് എപ്പോഴാണ് ലെസ് ദാൻ എപ്സിലോൺ ആകുക എന്നാണ് നോക്കേണ്ടത്. സോ എക്സ് ബൈ എക്സ് പ്ലസ് എൻ ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എൻ ഗ്രേറ്റർ ദാൻ എക്സ് ഇൻറ്റു 1 ബൈ എപ്സിലോൺ മൈനസ് 1 ആകുമ്പോഴാണ്. ഓക്കെ, സോ കെ എപ്സിലോൺ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ആരെടുക്കാം? ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ എക്സ് ഇൻറ്റു 1 ബൈ എപ്സിലോൺ മൈനസ് 1 എടുക്കാം. So we can write mod Sn of x minus S of x is less than epsilon for all n greater than or equal to k epsilon of x. k epsilon x. ഇവിടെ നമുക്ക് k epsilon of x എന്ന് പറയുന്നത് x ഇൻറ്റു 1 ബൈ എപ്സിലോൺ മൈനസ് 1ൻ്റെ മുകളിലുള്ള ഇൻറ്റിജർ ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. എക്സ് റൺ ചെയ്യുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ കൂടെയാണ്. സോ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് k epsilon of x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. So we cannot find an integer depending only on epsilon.
such that mod Sn of x minus s of x is less than epsilon for all n greater than or equal to k epsilon. ഓക്കെ, അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് കെ എപ്സിലോൺ ഓഫ് എക്സ് അതിൻ്റെ മുകളിൽ ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതും അൺബൗണ്ടഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് എപ്സിലോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കെനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് ഓൺ സീറോ ഇൻഫിനിറ്റിയിൽ കൺവേർജൻസ് യൂണിഫോം അല്ല. ഓക്കെ, പക്ഷേ ഇഫ് വി കൺസിഡർ ക്ലോസ് ഇൻ്റർവൽ 0m where m greater than 0, then we can clearly see that x into 1 by epsilon minus m is less than or equal to m into 1 by epsilon minus m for every x element of closed interval 0m. കാരണം ആ ഒരു ഇൻ്റർവെല്ലുള്ള പോയിൻറ്റ്സിനെല്ലാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ എക്സ് ഇൻറ്റു 1 ബൈ എപ്സിലോൺ മൈനസ് 1ൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പറായിട്ട് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു 1 ബൈ എപ്സിലോൺ മൈനസ് 1ൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പറായിട്ട് ചൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി? എപ്സിലോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് എസ് എൻ എസ്സിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് വി ക്യാൻ സെലക്ട് കെ എപ്സിലോൺ ടു ബി ആൻ ഇൻറ്റിജർ greater than m into 1 by epsilon minus m which depends only on epsilon. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0m യൂണിഫോം കൺവേർജൻസ് കിട്ടി, പക്ഷേ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് sequence gn of x where gn of x is equal to x by nx plus 1 x greater than or equal to 0 converges uniformly on closed open interval 0 infinity. gn of x is equal to x by nx plus 1 for x greater than or equal to 0. So ഡൊമെയിൻ എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റി ആണ്. ലിമിറ്റ് gn of x ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ് അവിടെ ഓപ്പൺ ഇൻ്റർവൽ വെച്ചതെന്ന് വെച്ചാൽ എക്സ് 0 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ് ബൈ എൻ എക്സ് പ്ലസ് 1ൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എൻ പുറത്തേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ എക്സ് ബൈ എൻ ബൈ എക്സ് പ്ലസ് 1 ബൈ എന്ന് കിട്ടും. അതിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് എക്സ് ബൈ എൻ ടെൻസ് ടു 0 കാണാൻ പറ്റും. അതുപോലെ 1 ബൈ എന്നും ടെൻസ് ടു 0 കാണാൻ പറ്റും. സോ 0 ബൈ എക്സ് പ്ലസ് 0 എന്ന് വരും. അപ്പോൾ അവിടെ എക്സ് 0 ആവുന്ന സമയത്ത് നമുക്ക് 0 ബൈ 0 എന്നാണ് വരിക, വിച്ച് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 അല്ലാത്ത പോയിൻറ്റ്സിലാണ് ഇവിടെ നമ്മൾ വാല്യൂ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് നമ്മളവിടെ കളഞ്ഞിട്ടുണ്ട്, കാരണം ഡിനോമിനേറ്ററിൽ 0 ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0നെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേറെ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരിട്ട് gn of xൽ പോയി നോക്കുകയാണ്. അവിടെ x 0 വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? x 0 വരുമ്പോൾ നമുക്ക് വരുന്നത് 0 ബൈ 0 പ്ലസ് 1 ആണ് അല്ലേ? ദാറ്റ് ഈസ് 0 തന്നെയാണ് ഫോർ എവറി n എന്ന് പറഞ്ഞാൽ സീക്വൻസ് gn of 0 എന്ന് പറയുന്നത് 0 സീക്വൻസ് ആയിട്ടാണ് കിട്ടുക, വിച്ച് കൺവേർജസ് ടു 0 ക്ലിയർലി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എക്സ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോഴും എക്സ് 0 ആയിരിക്കുമ്പോഴും കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് ഇത് തന്നെയാണ്, 0 തന്നെയാണ്. സോ വി ക്യാൻ ഡിഫൈൻ g ഓഫ് എക്സ് ടു ബി ദ ലിമിറ്റ് ഫംഗ്ഷൻ ആസ് 0 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. അപ്പോൾ g ഓഫ് എക്സ് നമുക്ക് 0 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ചൂസിങ് എപ്സിലോൺ പോസിറ്റീവ് and checking modulus of gn of x minus g of x, we get x by nx plus 1, which is less than epsilon if n is greater than 1 by epsilon minus 1 by x. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് k epsilon of x ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ആരെയാണ്? an integer greater than 1 by epsilon minus 1 by x ആണ്. ഓക്കെ, ഇത് ഇവിടെ നമുക്ക് x വേണമെങ്കിൽ 0 എന്നുള്ളത് ഒഴിവാക്കണം. ഓക്കെ, അതായത് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലാണ് ഇവിടെ നമുക്ക് കെ എപ്സിലോൺ ഓഫ് എക്സിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? സീക്വൻസ് gn കൺവേർജസ് ടു g പോയിൻ്റ് വൈസ് ഓൺ 0 ഇൻഫിനിറ്റിന്ന് കിട്ടി. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റിയിലാണ് അല്ലേ? അപ്പോൾ എക്സ് ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് എന്ന് പറയുന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യും. ഇനി എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ആ സമയത്ത് 1 ബൈ എപ്സിലോൺ മൈനസ് 1 ബൈ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായാലും 1 ബൈ എപ്സിലോണിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. എക്സ് 0 ഇൻഫിനിറ്റിയിലെ ഏത് പോയിന്റിൽ റൺ ചെയ്താലും
1 by epsilon minus 1 by x എന്ന് പറയുന്നത് എപ്പോഴും 1 by epsilonൻ്റെ താഴെയായിരിക്കും. സോ അതൊരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കെ എപ്സിലോൺ എന്ന് പറയുന്നത് ആൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 by epsilon ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write modulus of gn of x minus g of x less than epsilon for all n greater than or equal to k epsilon എന്ന് എഴുതാൻ പറ്റും. പക്ഷേ നേരത്തെ കണ്ട എക്സാമ്പിൾസിലൊന്നും നമുക്ക് കെ എപ്സിലോൺ എക്സിനെ ബൗണ്ടഡ് ആയിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഡൊമൈനിലുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും 1 by epsilon minus 1 by x എന്ന് പറയുന്നത് ലെസ് ദാൻ 1 by epsilon ആയതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പറായിട്ട് കെനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരായിട്ട് തന്നെ എടുത്താൽ മതി, ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 by epsilon ആയിട്ട് തന്നെ എടുത്താൽ മതി. So we can select k by depending only on epsilon, which means that there is uniform convergence. Okay. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞത് ഓപ്പൺ 0 ഇൻഫിനിറ്റിയിലായിരുന്നു. ഇനി x ഈക്വൽ ടു 0ൻ്റെ സ്പെഷ്യലായിട്ടൊന്ന് നോക്കാം. x ഈക്വൽ ടു 0ൽ നമ്മൾ കണ്ടു gn of 0 എന്ന് പറയുന്നത് 0 സീക്വൻസ് ആണ്, കൺവേർജസ് ടു 0 തന്നെയാണ്. അപ്പോൾ അവിടെ മോഡ് gn of 0 മൈനസ് g of 0 എന്ന് പറയുന്നത് 0 തന്നെയാണ് കിട്ടുക, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ക്ലിയർലി ഫോർ എനി നാച്ചുറൽ നമ്പർ k. ഓക്കെ. സോ നമുക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് gn of x മൈനസ് g of x is less than epsilon for every x element of closed open interval 0 infinity and for all n greater than or equal to k epsilon. This means that sequence gn converges to g uniformly on 0 infinity. Okay. Next we have one more question. Test for uniform convergence the sequence e raised to minus nx for x greater than or equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എൻ എക്സ് ആയിട്ട് എടുക്കാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ലിമിറ്റ് ചെക്ക് ചെയ്യാം. ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എൻ എക്സിൻ്റെ ലിമിറ്റ് എക്സ് 0 ആകുന്ന സമയത്ത് 1 ആയിട്ട് കാണാൻ പറ്റും, അതുപോലെ എക്സ് പോസിറ്റീവ് ആകുന്ന സമയത്ത് 0 ആയിട്ടും കാണാൻ പറ്റും. സോ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 1 വെൻ എക്സ് ഈക്വൽ ടു 0, 0 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിൻ്റ് വൈസ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റി ഓൺ 0 ഇൻഫിനിറ്റിയിൽ. ഇനി യൂണിഫോം കൺവേർജൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 0ൽ 0 ആയിട്ടും കാണാൻ പറ്റും, അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ഇ റേസ് ടു മൈനസ് എൻ എക്സ് ആയിട്ടും കാണാൻ പറ്റും. 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെരി ക്ലിയർലി. ഇനി ഇ റേസ് ടു മൈനസ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആകണം എന്നുണ്ടെങ്കിൽ n ഗ്രേറ്റർ ദാൻ 1 by x ഇൻറ്റു ലോഗ് 1 by epsilon ആവണം. So we can choose k epsilon of x to be an integer greater than 1 by x into log 1 by epsilon. എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും എക്സ് 0 എടുക്കാൻ പറ്റില്ല, കാരണം എക്സ് ഡിനോമിനേറ്ററിലാണ്. സോ ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0ലാണ്, അതായത് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ 0 ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കെ എപ്സിലോൺ എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എഴുതാൻ പറ്റും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ഓഫ് എക്സ് ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ 0 ഇൻഫിനിറ്റി. ഓക്കെ. ഇനി നമുക്ക് യൂണിഫോം കൺവെർജൻ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കെ എപ്സിലോൺ ഓഫ് എക്സ് ബൗണ്ടഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ എക്സ് ഇൻഫിനിറ്റിക്ക് പോകുന്ന സമയത്ത് 1 by x 0ലേക്ക് വരും, നോ പ്രോബ്ലം. പക്ഷേ എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1 by x വളരെ ലാർജായിട്ട് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ആ സമയത്ത് 1 by x ഇൻറ്റു ലോഗ് 1 by epsilon എന്ന് പറയുന്നത് ലാർജ് തന്നെ ആയിരിക്കും. സോ കെ എപ്സിലോൺ ഓഫ് എക്സ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ അല്ല ഇവിടെ. സോ 1 by x ഇൻറ്റു ലോഗ് 1 by epsilon എന്ന് പറയുന്നത് ബൗണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനേക്കാൾ മുകളിൽ കെ നമുക്ക് ചൂസ് ചെയ്യണം വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ഹിയർ വി കനോട്ട് choose natural number k depending only on epsilon. So here sequence fn does not converges uniformly to f on the interval 0 infinity. Okay. So ഈ ഒരു ഇ റേസ് ടു മൈനസ് എൻ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല. പക്ഷേ ഇവിടെ നമ്മൾ 0 ഇൻഫിനിറ്റിക്ക് പകരം സം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എം ഇൻഫിനിറ്റി ആണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ വേർ എം ഗ്രേറ്റർ ദാൻ 0 സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് കൺവെർജൻസ് ഈസ് യൂണിഫോം ബൈ ചൂസിങ് കെ എപ്സിലോൺ ടു ബി ആൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 by m ഇൻറ്റു ലോഗ് 1 by epsilon ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർമെൻ്റ് ആയി. ദാറ്റ് മീൻസ് സീക്വൻസ് എഫ് എൻ കൺവെർജസ് ടു എഫ് യൂണിഫോം ആയിട്ട് കാണാൻ പറ്റും ഓൺ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എം ഇൻഫിനിറ്റി വേർ എം ഗ്രേറ്റർ ദാൻ 0. Okay. Next we have a homework question. Test for uniform convergence. The sequence Sn of x is equal to n square x by 1 plus n raised to 4x square for x element of closed interval 0, 1. Just do it. Okay. Thank you.